ഹലോ 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 ഡോക്ടറാണോ? അതെ, ഡോക്ടർ കുരുവിളയാണ് സംസാരിക്കുന്നത്. അതെ ഡോക്ടറെ, എനിക്കൊരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ടേ. സീരിയസ് കാര്യം? എന്താണ് സീരിയസ് കാര്യം? കഴിഞ്ഞ ദിവസേ എന്റെ മോന്റെ സ്കൂട്ടറിന്റെ താക്കോല് വിഴുങ്ങി. സ്കൂട്ടറിന്റെ താക്കോല് വിഴുങ്ങിയോ? അതെ. എത്ര ദിവസമായി വിഴുങ്ങിയിട്ട്? 15 ദിവസമായി. 15 ദിവസമായിട്ട് താൻ എന്തെടുക്കുമായിരുന്നു? അതെ, അതുവരെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടോ ഓടിച്ചോണ്ടിരുന്നത്. ഓ അത് ശരി. ഇപ്പം വിളിക്കാനുള്ള കാരണം എന്താ? ആ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും പോയി. വെച്ചിട്ട് പോടോ ഫോൺ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തർ രാവിലെ ഫോൺ കോളുമായിട്ട് എന്തൊരു ഒച്ചയും ബഹളോടെ. കമാൻഡർ എന്തൊരു ഒച്ചയും ബഹളോടെ അവിടെ. ഇവിടെ ആ രോഗികളോടൊക്കെ മിണ്ടാതിരിക്കാൻ പറ അവിടെ. അയ്യോ, രോഗികൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നല്ല, പിന്നെ അതിലൊരു ജാഥാപോയിന്റ് ഒച്ചപ്പാടും ബഹളമാണ്. ഇവിടെ ഇന്ന് അവരെ രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ. താൻ വെറുതെ എന്നെ രാവിലെ ആശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവിടെ താൻ 6-ാം വാർഡിൽ രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത്? ഭക്ഷണത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത്? അതെ. ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നവരൊരു ജോലിയും ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു, രോഗിക്ക് ഗുളിക കൊടുത്തു. അത് ശരി. ഇവിടെ താൻ ഭക്ഷണം കഴിച്ച കാര്യമല്ലേ ചോദിച്ചത്, രോഗിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത്. രോഗി ഭക്ഷണം കഴിച്ചോ എനിക്കറിയണമല്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇന്നവരെ ജോലി ചെയ്തിട്ടുള്ളൂ. അത് ശരി. അയാൾ എന്നെ പഠിപ്പിക്കാൻ പറ്റും. ഇവിടെ താൻ ഇവിടുത്തെ കമ്പൗണ്ടർ, ഞാൻ ഇവിടുത്തെ ഡോക്ടറും, അത് മനസ്സിലാക്കണം താൻ. അതെ ഡോക്ടറെ, 8-ാം വാർഡിൽ കിടക്കുന്ന രോഗി ഉണ്ടല്ലോ, പത്മനാഭൻ, അദ്ദേഹത്തിന്റെ വലത്തെ കാലിന് ഭയങ്കര വേദനയാന്നാ പറയുന്നത്. ഈടോ അതൊക്കെ അയാളുടെ പ്രായത്തിന്റെയാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇടത്തെ കാലിന് പറയണമല്ലോ, രണ്ടിനും ഒരു പ്രായമല്ലേ. തന്നോട് ഞാൻ പറഞ്ഞു താൻ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട, ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. അതെ ഡോക്ടറെ, ആരായി സൂസി? സൂസി അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാ. ആണോ? എന്നാലേ ആ പട്ടി രാവിലെ അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു, രാവിലെ 2 ടിക്കറ്റ് കൊടുത്തിട്ട് മാറ്റിലേക്ക് വേഗം ചെല്ലാൻ. പട്ടി അങ്ങോട്ട് സിനിമയ്ക്ക് പോകുന്നു ഡോക്ടർ. ഞാൻ പട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പൊക്കോളാം, അത് തിരക്കേണ്ട കാര്യം തനിക്കില്ല. ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായി ഇവിടുത്തെ ഡോക്ടറാണെന്ന്. നെക്സ്റ്റ്. ദൈവം ഇതെന്നെ തുണി കൊടുത്തിട്ടില്ലേ? അയ്യോ പേടിച്ചു പോയി കേട്ടോ. ഇരുന്നു രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാ. അത് ശരി. അപ്പൊ ഗാനമേള നടന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. കുറച്ച് ഉപ്പവും മേടിച്ച് റവ ഉണ്ടാക്കി തരുന്നു. സാർ എന്തോ പണിയാ കാണിച്ചേ. എന്ത് പറ്റി? ഞാൻ എന്റെ കല്യാണം അല്ലായിരുന്നോ? എന്താ കല്യാണത്തിന് വരായിരുന്നു? അയ്യോ കല്യാണത്തിന് വരാൻ പറ്റില്ല എനിക്ക്. സാരമില്ല, നാളെ നിശ്ചയമാ, തീർച്ചയായിട്ടും വരണം. ഞങ്ങളുടെ ഭയങ്കര മഴയാണ്, 3 വീട് കത്തി നശി. മഴ കാരണം? കല്യാണം കഴിഞ്ഞ പെമ്പിള്ളേര് സൂര്യനെ നോക്കിയ കല്ലറയാണ്. എന്തിന്? പെട്ടെന്ന് രാത്രിയാകാൻ അവർക്ക് ധൃതി കൂടി. 3 അച്ഛനുണ്ട് എനിക്ക്. ഒരച്ഛന്റെ കളർ പച്ച. ഞങ്ങളുടെ അടുക്കളക്കകത്ത് ട്രെയിൻ വരും, ആ ട്രെയിനിൽ കയറി ഞാനും അമ്മ ഇന്നലെ കടലിൽ നടക്കുപോയി. അവിടെ വെച്ച് നമ്മളെ പോത്തുമാന്തി. കടലിൽ നടക്കാം. നമ്മുടെ ദിവാകരനില്ലേ, സെക്രട്ടറി, ഗണേശനോ ഷെനൈസ്, എന്തേലും ഒന്ന് പറ. എല്ലാരും പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന്. പറയും. വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമൊക്കെ നടത്തണ്ടേ? പിന്നെ നടത്തണം. ഗുജറാത്തിൽ ഇരുന്ന് ഞാൻ അവിടുന്ന് സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്ത് എല്ലാരും വിളിച്ചു വരുത്തിയപ്പോ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കണ്. ഒരു അടിയന്തരം നടത്തിയത് എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ആരാ തന്റെ വീട്ടിൽ മരിച്ചത്? എന്റെ വീട്ടിലെ പട്ടി. ശരി, വീട്ടിലെ പട്ടി മരിച്ചാനാണോ താൻ അടിയന്തരം നടത്തിയത്? പുണ്യപ്രവൃത്തി ചെയ്തതിന് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കണ്. എന്ത് പുണ്യപ്രവൃത്തി? ചെടിക്ക് വെള്ളം നനച്ചതിന് ഭ്രാന്താണെന്ന് പറഞ്ഞു എന്റെ വീട്ടിലുള്ളവര്. ചെടിക്ക് വെള്ളം നനച്ചതിന് ഭ്രാന്താന്ന് പറഞ്ഞു? അതൊക്കെ പോട്ടെ, താൻ എപ്പോഴാണ് ഈ ചെടിക്ക് വെള്ളം നനച്ചത്? നല്ല മഴ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കൊടയും ചൂട് ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചതിന് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. പറയും. എനിക്ക് ഭ്രാന്തുണ്ട് ഡോക്ടറെ. തനിക്ക് ഭ്രാന്തില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, പെണ്ണ് കാണാൻ പോയതിന് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. പെണ്ണ് കാണാൻ പോയൊരു ഭ്രാന്ത്? എനിക്കൊരു ജീവിതം വേണ്ടേ? പിന്നെ വേണം. ഡോക്ടറിന്റെ ഭാര്യനെ എനിക്ക് തരുവാ? അല്ലല്ല, പെണ്ണ് കാണാൻ പോയതിന് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. പെണ്ണ് കാണാൻ പോയതിന് ഭ്രാന്താന്ന്? ആരൊക്കെയാ പെണ്ണ് കാണാൻ പോയത്? ഞാനും എന്റെ മൂത്ത 2 മക്കളും കൂടി. അപ്പൊ എനിക്ക് ഭ്രാന്തുണ്ടാ? തനിക്ക് ഭ്രാന്തില്ല. അയ്യോ, എന്ത് പറ്റി? ഞാൻ ഇന്നലെ ഒരു 20 പൈസ വിഴുങ്ങി. 20 പൈസ വിഴുങ്ങിയോ? 20 പൈസ. അത് ശരി, അത് പ്രശ്നമില്ല, നമുക്ക് ശരിയാക്കാം. പക്ഷേ ഈ 20 പൈസയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ 20 പൈസയുടെ ഒരു വലിപ്പവും അതിന്റെ ഷേപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വിഴുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 25 പൈസ ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കായിരുന്നു. ആണല്ലേ? ഒരൊറ്റ മിനിറ്റ്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. താൻ എവിടെ പോവാ? വീട്ടിൽ പോയിട്ട്. 20 പൈസ എടുക്കണ്ടേ നമുക്ക്? അതല്ല, 20 പൈസ ആകുമ്പോ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? 25 പൈസ ആകുമ്പോ പെട്ടെന്ന് എടുക്കാല്ല. അപ്പൊ ഞാനൊരു 5 പൈസ കൂടെ വിഴുങ്ങിയിട്ട് 25 പൈസ ആക്കിയിട്ട് ഇപ്പൊ വരാം. എന്റെ ദൈവമേ, എടോ കമ്പൗണ്ടറേ, ഇതുപോലെ ഭ്രാന്തന്മാരെയൊക്കെ വല്ല ഭ്രാന്താശുപത്രിയും പറഞ്ഞു വിട്ട് നമുക്ക് വല്ല നല്ല രോഗികളും പൈസ കളയുന്ന രോഗികളെ കടത്തി വിടും ഇങ്ങോട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി രോഗി. എന്താ പേര്? എന്റെ പേര് റിംഗ് ടോൺ റിമോ. നല്ല സൂപ്പർ പേര്. എന്താ തന്റെ അസുഖം? അതായത് ഞാൻ രാത്രി നല്ല ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ ഖുശ്ബുവിന് സ്വപ്നം കാണും. ആര്? സിനിമ നടി ഖുശ്ബുവിന്? എന്ത് സ്വപ്നമാണ് കാണുന്നത്? അതായത് ഖുശ്ബു എന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോ ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോൾ ഖുശ്ബു ഓടിക്കളയും. പിന്നെ ഖുശ്ബു നടന്നു വരും, ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോൾ ഖുശ്ബു ഓടിക്കളയും. ഖുശ്ബു പിടുത്തം തരുന്നില്ല, ഇതാണ് സംഭവം. എന്നാൽ ഞാൻ ഡെയിലി ഖുശ്ബുവിന് സ്വപ്നം കാണുന്നുണ്ട്. അതെ, ഖുശ്ബു പിടുത്തം തരുന്നില്ല. ഇല്ല. ഓക്കെ, ഞാനൊരു ഗുളിക കുറിച്ച് തരാം. ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ താൻ പിന്നീട് ഒരിക്കലും ഖുശ്ബുവിനെ സ്വപ്നം കാണുന്ന പ്രശ്നമേ ഇല്ല. അല്ല, ആ ഗുളിക വേണ്ട. ഈ ഖുശ്ബു വന്നോട്ടെ,
കുഷ്പു ഓടിപ്പോകാതിരിക്കാൻ വല്ല ഗുളികയുണ്ടോ? കുഷ്പു ഓടിപ്പോകാതിരിക്കാൻ തനിക്ക് ഗുളികയല്ല, നല്ല ഓപ്പറേഷനാണ് വേണ്ടത്. ഇവിടെ തനിക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് പറയൂ. വേറെ വയറുവേദന ഉണ്ട്. വയറുവേദന ഉണ്ടോ? ആട്ടെ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് വന്നായിരുന്നു. അപ്പൊ ഡോക്ടർ കല്യാണത്തിന് പോയിരിക്കുകയാണ്. എടോ അതല്ല ചോദിച്ചു, ഇതിനു മുമ്പ് വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനെ. പിന്നെ വന്നിട്ടുണ്ട്. വരാറുള്ളല്ലേ? ഓക്കെ, അപ്പൊ കൈ പൊക്കിക്കേ. എടോ ഇക്കിളി ഇട്ടതല്ല, തന്നെ ഞാനൊന്ന് പരിശോധിച്ചതാ. കൈ പൊക്കിക്കേ. പതുക്കെ പതുക്കെ ഒടിഞ്ഞോ, വലിയ ബലമൊന്നും ഇല്ലാത്ത സാധനമാണ്. ഓക്കെ, തന്റെ വയറ്റിൽ നിന്ന് പോകാറുണ്ടോ? വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോന്ന് ചോദിച്ചല്ലോ. വയറ്റിലോട്ട് വല്ലതും പോണ ആരും ചോദിച്ചോ? ഇല്ലല്ലോ. എടോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, താൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു. എന്ത് കഴിച്ചു? 5 വർഷം മുമ്പ് ഒരു കല്യാണം കഴിച്ചു. എടോ അതല്ല, തന്റെ ഭാര്യ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി, സാധാരണ ഉണ്ടാക്കുന്ന. എന്തുണ്ടാക്കി? കുറച്ച് വഴക്കുണ്ടാക്കി. എന്തായിരുന്നു കറി? വഴക്കിന് കറിയോ? വഴക്കിന് തെറിയല്ലേ? അത് ശരിയാ. അതൊക്കെ പോട്ടെ, വളരെ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണ്ടി. അല്ല, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ? എന്ത് അടിയന്തരം? എടോ അതല്ല പറഞ്ഞത്, തനിക്ക് വളരെ അത്യാവശ്യമായി 25,000 രൂപയുടെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത്. അത് ശരി, 25,000 രൂപയുടെ ഓപ്പറേഷൻ. അതെ, ഈ കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ 25,000 രൂപ. എനിക്ക് 25,000 രൂപ മുടക്കുള്ള ഓപ്പറേഷന്റെ ആവശ്യമില്ല. തനിക്ക് 25,000 രൂപയുടെ ഓപ്പറേഷന്റെ ആവശ്യമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് 25,000 രൂപയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. അത് ശരി, ഇങ്ങോട്ട് കണ്ടോ, ചെറിയൊരു വയറ്റുവേദനയ്ക്ക് വന്നാൽ അവിടെ 25,000 രൂപ ഓപ്പറേഷൻ കൊണ്ട് വയ്ക്കാം. അവിടെ ഇങ്ങനെ പോയാൽ കുറച്ച് ഉണ്ടാക്കുമല്ലോ. ഞാൻ നോക്കട്ടെ, കുറച്ച് പൈസ ഉണ്ടാക്കാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ ഞാനാണ്. കണ്ടോ കമ്പൗണ്ടർ, അന്നെ സ്റ്റോറത്തിലെ കടത്തി വിടും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. പക്ഷെ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാൻ വാതിൽ വഴി വന്നത്. അത് തന്നെ ചോദിച്ചത്, ഈ വാതിലിൽ കൂടി വണ്ണം വെച്ചിട്ട് എങ്ങനെയാ വന്നതെന്ന്. എന്താ ഡോക്ടർക്ക് തിരക്കുണ്ടോ? ശരിക്കൊരു തിരക്കില്ല. നിങ്ങൾക്ക് എന്തിന്റെ അസുഖം? അല്ല, ആക്ച്വലി എന്താണ് നിങ്ങളുടെ അസുഖം? ഡോക്ടർ, അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ, ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. ഇങ്ങനെ നഖം കൊണ്ട് അവിടെ സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. സ്കിന്നിന്റെ മുകളിൽ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. സ്കിന്നിന്റെ മുകളിൽ സ്ക്രാച്ച് ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് ചൊറിച്ചിൽ എന്നാണ് പറയുന്നത്. ആണല്ലേ? മനസ്സിലായോ? ഒരാഴ്ചത്തേക്ക് പിടിക്കുമല്ലോ. അയ്യോ, എന്തെന്ന്? ഈ സ്കിന്നിന് മുഴുവൻ സ്ക്രാച്ച് ചെയ്യാൻ. എന്റെ ഡോക്ടറെ, അതല്ല എന്റെ പ്രശ്നം. എനിക്കാണെങ്കിൽ സ്കിന്നിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, ഭയങ്കര ടെൻഷനാണ്. എനിക്ക് എന്റെ സൗന്ദര്യം നശിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കാണെങ്കിൽ സുന്ദരിയായി മരിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഡോക്ടർ, സുന്ദരിയായിട്ട് മരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യണമെന്നോ? നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞേ? എന്റെ പേര് സുശീല. സുശീല. ഈ സുശീല എന്നുള്ള പേര് മാറ്റിട്ട് പകരം നിങ്ങൾ സുന്ദരി എന്നാക്കിട്ടു. അപ്പൊ മരിച്ചു കിടക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞേ സുന്ദരി മരിച്ചു കിടക്കുന്നു, സുന്ദരി മരിച്ചു കിടക്കുന്നു. അതെ, നിങ്ങൾക്ക് എന്താണ് ജോലി? ഞാൻ ഫിലിം ഫീൽഡിലാണ്. ഫിലിം ഫീൽഡിലാണോ? ഫിലിം ഫീൽഡിൽ എന്താ അവർക്ക്? ഞാൻ ആക്ടറാണ്. ആക്ടറാണ്? അതെ. നടി. പേര്? എന്റെ പേര് സുശീല. സുശീല. ഞാൻ ഓർക്കുന്നുള്ളൂ. നിങ്ങൾക്കല്ലേ സംസാരിക്കുന്ന ഒരു തത്തയുള്ളത്? എനിക്കായിരുന്നു സംസാരിക്കുന്ന തത്ത ഉണ്ടായിരുന്നത്. തത്ത ഉണ്ടോ ഇപ്പോഴും? തത്ത ഇപ്പോഴില്ല. ഞാൻ അതിനെ ഞെക്കി കൊന്നു. അയ്യോ, അതെന്തിനാ? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ അതെന്നെ ആന്റി എന്ന് വിളിക്കും. ഞാൻ മേക്കപ്പ് അടിച്ചിട്ട് വരുമ്പോൾ എന്നെ അമ്മൂമ്മയെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ ഞെക്കിയും കൊന്നു. അത് ശരിയല്ലേ? അട്ടെ, നിങ്ങൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ ഏകദേശം 10-600 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 10-600 സിനിമയിലോ? ഞാൻ ഇവരുടെ സിനിമയിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അതിന് സംവിധാനം എന്റെ മുഖം കാണിച്ചിട്ട് വേണ്ടേ? മുഖം കാണിക്കത്തില്ലെന്നോ? ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ സംവിധാനം എന്നോട് പറയും ഫേസിന്റെ എക്സ്പ്രഷൻ ഒന്നും വേണ്ട, ഒള്ളി ബോഡി എക്സ്പ്രഷൻ മാത്രം മതിയെന്നു. പിന്നെ ഞാൻ എന്നാ ചെയ്യും? ബോഡി എക്സ്പ്രഷൻ മതിയെന്നോ? അട്ടെ, ആരുടെ സിനിമയിൽ നിങ്ങൾ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് KS ഗോപാലകൃഷ്ണ സാറിന്റെ പടത്തിലാണ്. പിന്നെ P ചന്ദ്രകുമാർ, പ്രദീപ്. അങ്ങനെ വരട്ടെ. വന്നപ്പം മുതൽ എനിക്കൊരു പരിചയമുള്ള ഒരു ബോഡി. ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല അഭിനയം കേട്ടോ. അട്ടെ, എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചൊറിച്ചിലുണ്ടാകുന്നത്? ഞാൻ അഭിനയിച്ചിരിക്കുമ്പോൾ ചില സംവിധായകരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചിൽ വരാറുണ്ട്. സംവിധായകൻ നോട്ടത്തിൽ ചൊറിച്ചിലുണ്ടോ? അട്ടെ, ഇപ്പൊ ചൊറിച്ചിലുണ്ടോ? ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ചൊറിച്ചിൽ കയറി വരുന്നുണ്ട്. സാറിന്റെ നോട്ടം അത്ര ശരിയല്ല. അത് ശരി. അപ്പം നോട്ടത്തിലാണ് ചൊറിച്ചിൽ കൂടുന്നത്. അതെ. അപ്പൊ എന്റെ നോട്ടത്തിൽ, അതായത് ഈ കൂടുതൽ നിങ്ങൾ കുളിസിലാണല്ലോ അഭിനയിക്കുന്നത്. അതെ. ഈ വെള്ളം മാറി കുളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങൾ ഷവറിനകത്ത് കുളിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ തോട്ട് കുളിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ ആറ്റി കുളിക്കുന്നു, ചിലപ്പോൾ വെള്ളച്ചാട്ടത്ത് കുളിക്കുന്നു. അങ്ങനെ ഈ വെള്ളം മാറി കുളിക്കുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. വെള്ളം മാറി കുളിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല. വെള്ളം മാറുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഏത് വെള്ളത്തിൽ കുളിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. കാരണം എന്താ? അതിനെനിക്ക് കക്കവാലിലല്ലായിരുന്നു ജോലി. അതേ ശരിയല്ലേ? അതെ, ഈ നിങ്ങൾക്ക് ഈ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴത്തേക്കും ചൊറിച്ചിലുണ്ടോ? ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചിൽ വരാറുണ്ട്. ആണല്ലേ? ഈ അടുത്തിടെ നിങ്ങൾക്ക് ഏത് സീനാണ് കൂടുതൽ ചൊറിച്ചിലുണ്ടായത്? ഈയിടെ ഒരു വലിയ സീനിൽ ഞാൻ അഭിനയിച്ചു. ഒരു ശവമായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു. എന്റെ മേലും പട്ട് തുണിയൊക്കെ വിരിച്ചിട്ട്, മൂക്കിൽ പഞ്ഞിയൊക്കെ വിരിച്ചിട്ട്, ഇവിടെ തുണിയൊക്കെ കെട്ടിട്ട്, ആ സീൻ അഭിനയിച്ചതിന് ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികം വരെ ചൊറിച്ചിലാണ്. ചൊറിഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിലും കൂടുതലായിട്ട് വസ്ത്രം ഉപയോഗിച്ചു. അതല്ലേ ഈ അലർജി ഉണ്ടാകുന്നത്? അതിന് പേടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ മെഡിക്കൽ ഭാഷയിൽ ഇതിന് ഡ്രസ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ
ശാസ്ത്രത്തിനുള്ള പുച്ഛം. അയ്യോ ഡോക്ടർ, ഈ അസുഖം മാറാൻ ഞാൻ എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? അയ്യോ, ഇതിന് മരുന്നിനൊന്നും ആവശ്യമില്ല. തൽക്കാലം നിങ്ങളെ ഈ കർച്ചീഫ് അങ്ങ് ഉപയോഗിച്ചു തുടർന്ന് അങ്ങ് അഭിനയിച്ചാൽ മതി. ഇങ്ങനെ അഭിനയിച്ചാൽ മതി? അതൊക്കെ. ഡോക്ടർ, ഈ അസുഖം മൂലം എനിക്ക് ഈ ഫീൽഡിൽ തുടർന്ന് അഭിനയിക്കാൻ പറ്റുമോ? അഭിനയിക്കാൻ പറ്റുമോ? ഈ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ തുടർന്ന് പോകാൻ പറ്റത്തുള്ളൂ. Is it true? Yes, you go. Thank you. ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയല്ലേ? താനിപ്പോ എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോകണം. താനെന്തിനാ വീട്ടിൽ പോകുന്നത്? ഇവിടെ ഓപ്പറേഷൻ ചെയ്യണ്ടല്ലേ? ഓപ്പറേഷൻ ചെയ്യണം അല്ലേ? ആ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞെന്താണെന്നറിയാമോ? എന്താ പറഞ്ഞേ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആദ്യമായിട്ടായതുകൊണ്ടാണ് ധൈര്യമായിട്ടിരുന്നോളെ. എവിടോ, അത് ഇവിടെ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രോഗികൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സുമാര് പറഞ്ഞാണ് പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ടെന്ന്. ആണോ? ഇതൊന്നും എന്നോടല്ല പറഞ്ഞത്. ആരോടാ പറഞ്ഞേ? എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ആ ഡോക്ടറോടാ പറഞ്ഞത്. അറിയാവോ?